പിന്നല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കാരണം ഞാനാണ് പേൻ 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 എന്റെ തലയിൽ മുഴുവൻ പേൻ ഇത് ആരുടെ പേനാണ് ബിഗ് ബോസ് അതെന്റെ ഗെയിം ദാറ്റ് ഈസ് മൈ സ്ട്രാറ്റജി. രേണു അവിടെ പോയിട്ട് ഒന്നും ചെയ്തില്ല, തിന്നുക ഉറങ്ങുക അത് മാത്രമാണ് ചെയ്തത്. സുധി ഫ്ലവർ അല്ലടാ ഫയർ ആടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്ത് പറ്റിയെന്നാ ചോദിച്ചു. ആർക്കും എന്ത് അഭിപ്രായം പറയാം, ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നെ എന്നെ പറയുന്നവര് തന്നെയാകും ഞാൻ അതിനകത്ത് കയറിയപ്പോ തന്നെ പറഞ്ഞോട്ടെ. ഞാനൊരു ക്യാമറ സ്പേസിനോ സ്ക്രീൻ സ്പേസിനോ വേണ്ടിയിട്ട് പോയ ഒരാളല്ല, ഞാനായിട്ട് കയറിപ്പോയതാണ്. എന്നെ വെറുതെ നെഗറ്റീവ് പറഞ്ഞ ഓരോരുത്തരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരുപാട് പേര് ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഈ എന്നെ പറയുന്നവരെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പം ഷാമ്പു ഇടാതെ താരനും ചെറിയ ചെറിയ ചോർച്ചിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നമ്മൾ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ മലയാളി വീട്ടമ്മയാണ്, മലയാളി സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ കണ്ണാടി കണ്ട ഞാൻ ഇങ്ങനെ കാണിക്കും നമ്മള്. അപ്പം ആ ഒരു ഇതിലാണ് ഞാനായിട്ട് നിന്നതാണ്. ഞാൻ മുഖംമൂടി ധരിച്ചില്ല, എനിക്ക് കുറേയായിട്ട് ധരിച്ചു. പക്ഷെ അതോടുകൂടി ആ പേനെന്ന് പറഞ്ഞ സാധനം വൈറലായതോടുകൂടി ഞാൻ പിന്നെ തുടങ്ങി. അക്ബർ ഒരു മോർണിംഗ് ടാസ്കില് ചേച്ചിനെ കുറിച്ച് പറയുന്ന ഒരു വേർഡ് ആയിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു. നമ്മൾ തമാശക്ക് എന്തൊക്കെ പേരിടാറുണ്ട്. ബിഗ് ബോസ് പറഞ്ഞത് തന്നെ ഓമന പേരിടണം. അപ്പം പുറമേ നിന്നുള്ള എന്തൊക്കെയോ വെച്ചിട്ടാണ് അക്ബർ അവിടെ അത് പറഞ്ഞത് എന്നാണ്. കാരണം ഞാനും അക്ബറും ഒരു പ്രശ്നമില്ല, ഹ്യൂമൻ വേസ്റ്റ് ഫലമായിട്ടാണ് എന്നെ അവൻ പറഞ്ഞതെന്നാണ് ഞാനത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദ്യം കാണിക്കുന്ന ചേച്ചിയുടെ ഒരു വീഡിയോ. എന്റെ കസിനെ എല്ലാത്തിനും എന്റെ കസിനെ ഞാൻ ഏത്ത വിട്ടു. രേണുസുധി 35 ദിവസം നിന്നിട്ട് കുറച്ച് പേരുടെ ഇത് അവസരമല്ലേ കളഞ്ഞു. എങ്ങനെ അവസരം കളയും? ഞാനായിട്ട് 35 ദിവസം നിന്നു. പല സീസണിൽ പല കണ്ടസ്റ്റൻസും 2 ആഴ്ചയും ഒരാഴ്ചയൊക്കെ ആയിട്ട് അവർ വയ്യാണ്ടും ഒക്കെ പോയല്ലോ. അപ്പോൾ അവരവസരം കളഞ്ഞാണ്. അല്ല, നമുക്ക് കിട്ടേണ്ട അവസരം നമ്മളെ തേടി വരും. അത് എത്ര ദിവസമാണോ എന്താണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. 20 പേർക്കും അല്ല കപ്പ്, ഒരാൾക്കാണ് കപ്പ്. ലാലേട്ടൻ കൈ പിടിച്ച ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് 100 ദിവസമോ കപ്പോ അല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞു. ഞാൻ 35 ദിവസം പൂർത്തീകരിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു മഹിമയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചു. നീ എന്നാ ഗെയിം കളിച്ചിട്ട് ഞാനായിട്ട് അതാണ് എൻ്റെ പറയുന്നവർ പറയുന്നത്. ഏഴിന്റെ പണി ഞാനുള്ള കാര്യം പറയാം. ഏഴിന്റെ പണി സീസണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത സാധാരണ സീസണില് കാർഡുകൾ, വിക്ടിംഗ് കാർഡ് അങ്ങനെയൊക്കെയല്ലേ ലാലേട്ടൻ പറഞ്ഞ എന്താ പറയാ കരച്ചിൽ കാർഡ്, ഇതൊന്നും അലവഡ്. ഞാൻ ഓർത്ത് ഏഴിന്റെ പണി ഇതായിരുന്നു. 1.5 പണിയായിപ്പോയി. നമ്മുടെ ഡ്രസ്സോ നമുക്ക് എന്താ പറയാ കുളിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും, പല്ല് വെച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും എന്ന് പറഞ്ഞൊരു സ്വഭാവക്കാരാണ് നമ്മൾ. അതുപോലും കിട്ടാതായപ്പോൾ ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ, ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് ഞാൻ എടുത്തു പറയും. കാരണം ലാലേട്ടന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി, അതേ ലാലേട്ടന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. രേണു ചേച്ചി, നമസ്കാരം. അതിനുള്ളിൽ പോയപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ ചേച്ചിക്ക് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാ തോന്നി, ഫീൽ ചെയ്തേ? എന്നെ സംബന്ധിച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാം, രേണുസുധി ഫ്ലവർ അല്ലടാ ഫയർ ആടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വെറുതെ ഒരു ഇടത്ത് ചെന്ന് വെറുതെ വഴക്ക് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല. ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. അതിൻ്റെ എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം രേണുസുധി എന്താണോ രേണുസുധിയായിട്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡൗൺ ആയെന്നുള്ള കാര്യം സത്യമാണ്. കാരണം സുധിച്ചേട്ടൻ്റെ മരണശേഷം ഞാനൊരു ഡ്രോമയിൽ, എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവനായ ഒരു ഭർത്താവ് നമ്മളെല്ലാവരും കുറച്ച് നാളത്തേക്കും ഡ്രോമ ഒരു ഡിപ്രഷനിലാകും. സോ ആ ഒരു
ഇത് മാറാനായിരുന്നു. അത് അതിനെ മറികടന്നത് എൻ്റെ സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്നു, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഒപ്പം ഉണ്ടായിരുന്നു, യാത്രകൾ ചെയ്തു, ഷൂട്ട് ചെയ്തു. ഞാനതൊക്കെ മറന്ന ഒരു അവസരത്തിലാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നത് ബിഗ് ബോസ് ഹൗസ്. പക്ഷെ അവിടെ തികച്ചും വ്യത്യസ്തമായിരുന്നു. നമ്മുടെ പുറം ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ബന്ധുക്കളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മക്കളുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ ഡ്രോമയിലേക്ക് തിരിച്ചു പോയെന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്, സത്യമാണ്. പലപ്പോഴും ഞാൻ വാഷ്റൂമിൽ പോയി അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ പോയാലും കരഞ്ഞിട്ടുണ്ട്, പുറത്തും കരഞ്ഞിട്ടുണ്ട്, ക്യാമറയുടെ മുന്നിലും കരഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. കാരണം ഒരു 15 ദിവസം വരെ നമുക്ക് നമ്മുടെ മുഖം മൂടി, എന്തായാലും എൻ്റെ ഒരു ഇതനുസരിച്ച് 15 ദിവസം വരെ നമ്മുടെ ഒരു ക്യാരക്ടർ മൂടി, ക്യാമറ ഉണ്ട് ക്യാമറ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ എന്താണോ ആലോചിക്കില്ല. ക്യാമറ ഉണ്ടെന്ന് എവിടെയോ നമ്മൾ അതല്ലേ പലപ്പോഴും ക്യാമറയെ പോലും പെടാതെ നമ്മൾ പോകുന്നത്. പിടികിട്ടിയോ ക്യാമറ എവിടെയാ? 72 ക്യാമറ ഉണ്ട്. ചില സമയം നമുക്കറിയുന്ന, പക്ഷെ ചില സമയം നമ്മൾ ക്യാമറയെ പെടാതെ ഒരുപാട് ഇങ്ങനെ നടന്നൊക്കെ അങ്ങ് പോവും. ക്യാമറയെ പെടാതെ ചേച്ചിക്ക് ഏകദേശം കേറി കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷമാണോ വീണ്ടും ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങിയത്? അല്ല, 2-3 ദിവസം, അതായത് 7ന്റെ പണി, ഞാനുള്ള കാര്യം പറയാം. 7ന്റെ പണി സീസണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത സാധാരണ സീസൺ പോലെ കുറച്ച് കാർഡുകൾ, വിക്ടിം കാർഡ് അങ്ങനെയൊക്കെയല്ലേ ലാലേട്ടൻ പറഞ്ഞ, എന്താ പറയാ, കരച്ചിൽ കാർഡ്, ഇതൊന്നും അലവഡ്. ഞാൻ ഓർത്ത് 7ന്റെ പണി ഇതായിരിക്കും. പക്ഷെ ഇത് 1.5 പണിയായിപ്പോയി. നമ്മുടെ ഡ്രസ്സോ, നമുക്ക് എന്താ പറയാ, കുളിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും, പല്ല് വെച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും എന്ന് പറഞ്ഞൊരു സ്വഭാവക്കാരാണ് നമ്മൾ. അതുപോലും കിട്ടാതായപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ആകെപ്പെട്ടു. പിന്നെ മധുരക്കൊതിച്ചിയാണ് ഞാൻ, അത് ബിഗ് ബോസിന് വരെ അറിയാതെ. അതെ, പഞ്ചസാര കട്ട തിന്നുന്ന ആളാണ്. ഞാനും നെവിനുമാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ റേഷൻ പഞ്ചസാര തീർക്കുന്ന ആളെ. എന്നെ പേടിച്ച് ലാസ്റ്റ് പൊക്കത്തൊക്കെ വെച്ചു. കാരണം എനിക്ക് പൊക്കം വലുതായിട്ട് ഉള്ളത് കൊണ്ട് എടുക്കാലോ. അങ്ങനെ ഒരു പൊക്ക പ്രദേശത്ത് വരെ പഞ്ചസാര വെച്ച് എന്നെ നെവിനെ പേടിച്ച്. നെവിൻ പിന്നെ എടുത്ത് വെക്കും, അത് സ്പൈക്കൂട്ടം വന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ അങ്ങനെ എടുത്ത് വെക്കത്തില്ല. എന്തിനാ വെറുതെ സ്പൈക്കൂട്ടനെ കൊണ്ട് വെറുതെ ഇരട്ടി പണി ചെയ്യിപ്പിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വന്ന് വീടും അടുക്കളയൊക്കെ ഭരിച്ചു. അവരുടെ അപ്പം ഞാൻ നോക്കിയപ്പോ തന്നെ മസ്താനിയൊക്കെ അടുത്ത് എന്നിട്ട് ലക്ഷ്മിയോട് ഒരു സ്പൂൺ പഞ്ചസാര തരും, ഒരു സ്പൂൺ എടുക്കാം അവളെ. ലക്ഷ്മി നോക്കിയിരിക്കും. ഈ ലക്ഷ്മിയെ വെട്ടിച്ചൊരു 10-15 സ്പൂൺ പഞ്ചസാര അവിടെ നിന്ന് തന്നെ ഞാൻ ലക്ഷ്മി കണ്ടു തിരിയുമ്പോ ഞാൻ തിന്നിട്ടുണ്ട്. ഇനി വേണം ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും. അത് ഷാനവാസൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം രേണു. അപ്പൊ ചേച്ചി ഏകദേശം അതിനുള്ളിൽ കയറി 2-3 ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് ഒറ്റയ്ക്കാകുന്ന ഫീലാണോ ആദ്യം വന്നു തുടങ്ങി? ഒരു ഡ്രോമ, സുധിച്ചേട്ടൻ മരിച്ച ആ സമയത്ത് ആ ഒരു സാധനം ഫീല് വന്നു തുടങ്ങി. പിന്നെ ഞാനായിട്ടില്ല, വേറെ എന്തൊക്കെയോ എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയാ, ചില സമയങ്ങൾ പുറത്ത് കിടക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു, സത്യമായിട്ടും. പിന്നെ ഞാൻ കൺഫ്യൂഷൻ റൂമിൽ എന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് എന്നോട് പറഞ്ഞു, രേണു സുധി, അതൊരു രണ്ടാമത്തെ ആഴ്ച, രേണു സുധി, നിങ്ങളെ നോക്കിക്കാണുന്ന പ്രേക്ഷകരുണ്ട്, അവരോട് നീതി പുലർത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, നീതി പുലർത്തണം. അങ്ങനെയാണ് ഞാൻ വീണ്ടും നിന്നത്. പിന്നെ എനിക്ക് പറയേണ്ട സ്ഥാനത്ത് ഞാൻ പറയാതിരുന്നിട്ടില്ല. വല്ലപ്പോഴും, സത്യമാണ്, വല്ലപ്പോഴും കൊളുത്തിയാൽ അത് കൊളുത്തിയത് തന്നെയാണ്. ശരിക്കും അതിനുള്ളിൽ റിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് മുഖം കാണിക്കാതെ നിന്നത് രേണു ചേച്ചി ആണെന്നാണ് നിലവിൽ പറയുന്നത്. ഞാൻ ഇറങ്ങിയ ഉടനെ എന്നോട് അവിടുത്തെ ഒരു ക്രൂതൻ ആരാണെന്ന് എന്താണെന്ന്, രേണു സുധി കറക്റ്റായിട്ട് നിങ്ങളായിട്ട് നിന്നു, ഞാൻ നിങ്ങളുടെ ഫാനായി കേട്ടോ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോ എന്തായി പറയുന്നത്. കാരണം ഞങ്ങൾ നോക്കി കാണുമ്പോൾ താങ്കളെ കാണുന്നുണ്ട്, ചിലപ്പോൾ ക്യാമറയിൽ എന്നും ഇപ്പൊ കാണാൻ പറ്റത്തില്ല, ഞങ്ങൾ ക്രൂ കാണുന്നുണ്ട്. എത്രയോ ക്രൂ ഉണ്ട്, 100-400 ക്രൂ അല്ലേ നമുക്ക് ചുറ്റും നോക്കിക്കുക. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോടാനുകോടി ജനങ്ങളും അതുപോലെ ഞങ്ങളെ നോക്കിക്കാണുന്ന ഒരുപാട് പറ്റും ആൾ ക്രൂസ്, അവരൊക്കെ. അപ്പൊ അതിലൊരാളെന്നോട്, രേണു സുധി ഞാൻ തന്റെ ഫാനായിരുന്നു. കാരണം തനിക്ക് പുറത്ത് വേറൊരു ഇമേജ് ആയിരുന്നു, പക്ഷെ താൻ ഇതിനകത്ത് വന്നപ്പോൾ താൻ ആരാണെന്ന് മനസ്സിലായി. എനിക്കത് മാത്രം മതി, എനിക്ക് സന്തോഷം. കാരണം എന്റെ ശരിക്കുള്ള സ്വഭാവം, ഞാൻ ആരാണ് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായല്ലോ, എനിക്ക് അത് മതി. അതാണ് സത്യം. ഒരു കൂട്ടം നെഗറ്റീവുമായിട്ടാണ് രേണു സുധി എന്നൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്നത്. പക്ഷെ അതിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു സ്നേഹവും കൊണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തിറങ്ങിയപ്പോ അതെന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. എയർപോർട്ടിൽ നിന്ന് ചെന്നൈയിൽ തന്നെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാനും അപ്പാനിയായിരുന്നു ഒരുമിച്ച്. ഞങ്ങൾ ചെന്നൈയിൽ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര്, മലയാളീസ് ഒരുപാട് പേര് കൂടി വന്നു. രേണു, നിങ്ങളെപ്പറ്റി വേറൊരു ഇമേജ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ മാറ്റി തന്നു. സെൽഫി എടുത്തു, സന്തോഷം. എന്ത് പറ്റി, എവിക്റ്റാജമെന്നൊക്കെ ഞാൻ ഓക്കെ അല്ലായിരുന്നു, മെൻ്റലി ഞാൻ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു, പിന്നെ കുറച്ച് ഫിസിക്കലി എനിക്ക് ഓക്കെ അല്ലായിരുന്നു. സോ ഞാൻ വന്നു.
ഒക്കെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും, മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെ സന്തോഷം. ഈ ഒരുപാട് പേര് കമന്റിൽ പറയുന്ന ഒരു കാര്യം, രേണു അവിടെ പോയിട്ട് ഒന്നും ചെയ്തില്ല, വെറുതെ തിന്നുക ഉറങ്ങുക അത് മാത്രമാണ് ചെയ്തത്. എന്തുകൊണ്ട് ഈ 72 ക്യാമറ ഉണ്ടായിട്ട് രേണു ഒരു ക്യാമറയും കണ്ടില്ലേ, അത് രേണുവിന് ഒരു ക്യാമറയും പിടിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒക്കെ ചോദിച്ചോളൂ, കാരണം ആർക്കും എന്ത് അഭിപ്രായം പറയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ എന്നെ പറയുന്നവർ തന്നെയാകും ഞാൻ അതിനകത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞോട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ക്യാമറ സ്പേസിനോ സ്ക്രീൻ സ്പേസിനോ വേണ്ടിയിട്ട് പോയ ഒരാളല്ല. ഞാനായിട്ട് കയറിപ്പോയതാണ്. അതായത് ഞാനായിട്ട് നിൽക്കാൻ പോയതാണ്. അതായത് എനിക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു. എന്നെ നെഗറ്റീവ് പറഞ്ഞ ഞാൻ എന്നും ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരു വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. എന്നെ വെറുതെ നെഗറ്റീവ് പറഞ്ഞ ഓരോരുത്തരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും, സുധിച്ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ബിഗ് ബോസ് ഹൗസ്, അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പം ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ കൈ പിടിച്ച് ആ ബിഗ് ബോസ് ഹൗസിൽ കയറ്റണം, ഒരു ദിവസമെങ്കിലും ഞാൻ നിൽക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ദിവസം പോയിട്ട് ഞാൻ ഓർത്തില്ല, ഒരാഴ്ച നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ഞാൻ 35 ദിവസം, ഒരു മാസം എങ്ങനെയാ പോയെന്ന് എനിക്കറിയില്ല, 35 ദിവസം നിന്നു. അതെനിക്ക് അഭിമാനമാണ്. ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഹൗസ് എന്നുള്ളത്. ചേട്ടന്റെ മരണശേഷം ചേച്ചിക്ക് അത് ചേട്ടന് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചേച്ചി ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് ആദ്യമായിട്ടൊരു വഴക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാഷ് ആവുന്നത് അഭിലാഷുമായിട്ടാണെന്ന് തോന്നുന്നു. ശരിക്കും അതെന്തായിരുന്നു സംഭവിച്ചത്? സത്യം പറഞ്ഞ അഭിലാഷ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാൻ ടാർഗറ്റ് ചെയ്ത് വന്നത് ചേച്ചിനെ ശാരികനെയായിരുന്നു. ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നത് പറഞ്ഞത്. ഞങ്ങളോടും പറഞ്ഞു, എന്നോടും പലപ്പോഴും പറഞ്ഞു, ശാരികയോടും പറഞ്ഞു. കാരണം നിങ്ങളെ പുറമേ ഉള്ളൊരു ഇമേജ് വെച്ചാണ് വന്നത്. പക്ഷേ നിങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ്. നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല. നിങ്ങൾ ഈ പുറത്ത് കിടന്ന് ചാടുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഇതായിരിക്കാം, ഇമോഷണൽ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അഭിലാഷനുമായിട്ടാണ് ആദ്യമായിട്ട് കൊമ്പ് കോർക്കുന്നത് തോന്നുന്നു. കാരണം തലവേദനയുടെ പ്രശ്നം നോമിനേഷൻ ചെയ്ത് ഞാൻ കിടന്നു, തലവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു വന്നപ്പോൾ അഭിലാഷിനെ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ അഭിലാഷിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇതാണോ പറഞ്ഞ തലവേദനയായിട്ട് കള്ളം പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ കള്ളം പറഞ്ഞല്ലേ, തലവേദനയായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു. ഭയങ്കര പ്രശ്നമായി. ഞാനും ചൂടായി. എന്നോട് ചൂടായപ്പോ ഞാനും ചൂടായി. നോട്ടെന്നും തോന്നുന്നു കുറച്ചങ്ങോട്ട്. തല്ലടാന്ന് കണ്ട് പറഞ്ഞു. ഇങ്ങനെ ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുക അഭിലാഷ്. പിന്നെ ഒരു കുഴപ്പമില്ല, അഭിലാഷ് ഓക്കെ ആയി. ഈ പലരും ചേച്ചീനെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ചേച്ചിക്ക് ഇത്രയും നെഗറ്റീവ് പുറത്ത് കിടക്കുമ്പോൾ അകത്ത് പോയിട്ട് വീണ്ടും നെഗറ്റീവ് ആക്കിയാൽ നമുക്ക് ഫാൻസ് കൂടുമെന്നുള്ളൊരു വിചാരത്തോടെ പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചിട്ടായിരുന്നു ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ. അതെന്റെ ഒരു, എനിക്കതൊരു ഗുണമാണ്, എനിക്കത് എന്റെ ഒരു കഴിവ്. അതായത് കഴിവെന്ന് ഞാൻ പറയാൻ പറ്റും, അത് എന്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണും. മറ്റുള്ളവർ കാണണ്ട. കാരണം എന്നെ ടാർഗറ്റ് ചെയ്യാൻ കാരണമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വിവാദങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് വേണേലും എന്നെ അവിടെ പറയാം. പക്ഷെ ഞാൻ അവിടെ ചെന്ന് എന്റെ സ്വഭാവം, അവർക്ക് യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി അവർക്കൊന്നും പറയാനില്ല. അതിനെപ്പറ്റി ചോദിച്ചവരുണ്ട് കേട്ടോ, മാന്യമര്യാദയ്ക്ക് ചേച്ചി ഇന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന്റെ ഡീറ്റെയിലും പറഞ്ഞു. ഇനി ഓവറായിട്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല, കാരണം ഫുള്ള് ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാ പറയാൻ ഇതിനകത്തുള്ള കാര്യം പറഞ്ഞാൽ പോരെ. ചേച്ചി ഇത്രയും നെഗറ്റീവായിട്ട് അകത്ത് കയറുമ്പോൾ ആദ്യം ചേച്ചി പറഞ്ഞിട്ട് കയറുന്ന ഇങ്ങനെ, സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് ഹൗസിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നത്. അത് ഭയങ്കര ചർച്ചയായിരുന്നു പുറത്ത്. അവള് വന്നു തുടങ്ങിയിട്ടുണ്ട്, അടുത്ത സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ ആരുടെ പേരാണ് പറയേണ്ടത്? ഞാൻ സുധിച്ചേട്ടനെ ആഗ്രഹിച്ചൊരു ഹൗസ്, അദ്ദേഹത്തിന് ഒരിക്കലും അത് കിട്ടിയില്ല. അപ്പൊ ഞാനായിട്ട് സുധിച്ചേട്ടന്റെ ഹാഫ് പാർട്ട്ണറായ ഞാൻ കയറിയപ്പോൾ ഞാനത് പറഞ്ഞത് സ്വാഭാവികമാണ്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അത് സുധിച്ചേട്ടന്റെ ആത്മാവ് ഏതോ ഒരു ലോകത്തിന് കേട്ട് കാണും. അതിനൊരു തെറ്റ് ഞാൻ കാണത്തില്ല, ഒരിക്കലുമില്ല. അപ്പോൾ അതുപോലെ രണ്ടാമത് വീണ്ടും ഒരു അടി ഉണ്ടാവുന്നത്, അടിയായിട്ടില്ല, അക്ബർ ഒരു മോർണിംഗ് ടാസ്കിൽ ചേച്ചിനെ കുറിച്ച് പറയുന്ന ഒരു വേർഡ് ആയിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു. കാരണം നമ്മൾ തമാശക്ക് എന്തൊക്കെ പേരിടാം. ബിഗ് ബോസ് പറഞ്ഞത് തന്നെ ഓമന പേരിടണം എന്നാണ്. അത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഹ്യൂമൻ വേസ്റ്റുകൾ അടിഞ്ഞു കൂടുന്ന ഒരു ടാങ്കാണ്. അപ്പം എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസമാണ് ഇത് നടന്നത്. അപ്പം പുറമേ നിന്നുള്ള എന്തൊക്കെയോ വെച്ചിട്ടാണ് അക്ബർ അവിടെ അത് പറഞ്ഞത് എന്നാണ്. കാരണം ഞാനും അക്ബർ തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ, എല്ലാരും പുറത്തത് കണ്ടിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഏറ്റവും കൂടുതൽ മലിനമായിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഹ്യൂമൻ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് എന്നെ അവൻ പറഞ്ഞതെന്നാണ് ഞാനത് പറഞ്ഞത്. അത് ആദ്യമൊന്നും ഞാൻ മിണ്ടില്ല, കാരണം ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊന്നും ഓമനെ പേര് നമ്മളൊന്നും മിണ്ടില്ല. പക്ഷെ
പിന്നെ എനിക്കത് ഹേർട്ടായി, പിന്നെ അല്ല അപ്പം തന്നെ ഹേർട്ടായി. പക്ഷെ എനിക്ക് പറയേണ്ട ഒരു അവസരം വന്നപ്പോൾ ഞാനത് പറഞ്ഞു. കംപ്ലൈന്റ് ചെയ്യേണ്ട അവസരം വന്നപ്പോൾ ലാലേട്ടനോട് ഞാൻ കംപ്ലൈന്റ് ചെയ്തു. ശാരിക പോകുമ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് രേണു ചേച്ചിയായിരുന്നു. അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടൊരു ബന്ധമായിരുന്നു ശാരിക ഇട്ടത്. നല്ല ക്ലോസ് ആയിരുന്നു, ഒരു 3 ആഴ്ച കൊണ്ട് നല്ല ക്ലോസ് ആയിരുന്നു അവരോട്. ഈ പറഞ്ഞ പോലെ ശാരികയുടെ കാര്യം പറഞ്ഞാൽ പുറത്ത് കാണുന്ന ആളെ അല്ല, സത്യം ആളൊരു എന്താ പറയാ ലേഡി ബിഗ് ബോസ് എന്നായിരുന്നു നെവിൻ ഇട്ട പേര്. പിന്നെ എനിക്ക് നെവിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ചേച്ചി രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ. അതിലിനെ നൂറേനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാൻ അവിടെ ചെന്ന് അതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ട് അവരെനിക്ക് നെഗറ്റീവ്, അതായത് എനിക്കെതിരായിട്ടൊരു നെഗറ്റീവ് എന്നല്ല, എതിരായിട്ടൊരു വീഡിയോ ഇറക്കിയത് ഞാനത് കണ്ടിട്ടില്ല. ആരൊക്കെയോ എന്നോട് പറഞ്ഞു. മേ ബി അവരും എന്നെ ടാർഗറ്റ് ചെയ്തായിരിക്കും. പക്ഷെ അവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ടാർഗറ്റ് എന്ത് ചെയ്യും. ഞാൻ അവരെ മക്കളെ എന്നാണ് വിളിക്കുന്നത്, ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ തമാശക്ക് കുത്തും, അല്ലാതെ കാര്യമായിട്ട് സംസാരിക്കും, ഞാനും സംസാരിക്കും, ഇത്രയേ ഉള്ളായിരുന്നു. അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് വീക്ക് കാരണം അവരെ എനിക്ക് ഇഷ്ടമാണ്, അവരുടെ ആ എന്താ റിലേഷൻ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ, അവർ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. എനിക്കത് ഞാൻ അവരെ സന്തോഷത്തോടു കൂടി ആ ഒരു ഇതിൽ ബഹുമാനിക്കുന്നു, അവരെ ഇഷ്ടപ്പെടുന്നു. അത് എന്റെ പേഴ്സണൽ കാര്യം. അതെ. അപ്പോ ഫസ്റ്റ് വീക്കില്, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദ്യം കാണിക്കുന്ന ചേച്ചിയുടെ ഒരു വീഡിയോ. എന്റെ കസിനെ എല്ലാത്തിനും കസിനെ എന്റെ കസിനെ ഞാൻ ഏത്ത കിട്ടു അടുത്ത്. ഞാൻ സത്യമായിട്ടില്ലേ, ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ലാലേട്ടൻ ചേച്ചി രേണു എന്നായിരുന്നു ആദ്യം വിളിച്ചത്. രേണു എന്താ ഉറക്ക കൈ അടിക്കുന്നത്, രേണു അല്ലേ ദൈവമേ തീർന്നു. കാരണം അത്രയും വലിയൊരു ലെജൻഡ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് രേണു എന്താ ആദ്യത്തെ ആ ഒരു ആഴ്ച തന്നെ നമ്മളെ പൊക്കാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ബ്ലാക്ക് ക്യാറ്റ്സ് വരുമായിരുന്നു, അതായത് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ക്രൂ വന്നിട്ട് എൻ്റെ നേരെ അതിന് ഫോണുണ്ടോന്ന് അറിയാനായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി, വിറച്ചു പോയി. എൻ്റെ അമ്മ, അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു എനിക്ക്. അതോടുകൂടി ഞാൻ ചെറുതായിട്ട് അപ്പോഴേ ഈ വീഡിയോ മുന്നേ ഈ വീഡിയോ എടുത്ത് വെക്കാമെന്നുള്ളത് അത് ഐഡിയ ആയിരുന്നു. അതെന്റെ കസിന്റെ ഐഡിയ. ഞാൻ ആ കസിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് ശരിയാവും ചേച്ചി, ഇത് നമ്മള് ചേച്ചി ഇത് ഓരോ കണ്ടസ്റ്റൻസ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ എന്നോട് ചോദ്യം എത്ര എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, 14 വരെ എവിഷൻ എടുത്ത്. എന്തായാലും 14 വരെ എടുത്ത് വെച്ചോ വെച്ചില്ലോ എന്നറിയില്ല ഞാൻ. പക്ഷെ 5ാമത്തെ എവിഷന് പോയില്ല, ഞാൻ തന്നെ വീട്ടിലേക്കുള്ള വഴി കാണിക്കുമ്പോ ഡോറ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്നു. അത് എന്നെ സംബന്ധിച്ച് ഹോസ്റ്റലിൽ നിന്നാലും എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയാ. എവിടെ നിന്നാലും ഒരു ഷൂട്ട് വീട്ടുകാരെടുത്ത് പറയുന്ന കാര്യമാണ്. ഒരു മാസം നിന്നാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതും ഫോണില്ല, ആരുമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല. ഈ 4, 3, 7 അല്ലെങ്കിൽ 14 പേരിൽ 20 പേരെ കണ്ടോണ്ടാണ് ഇരുന്നത്. ഈ പുറത്തിറങ്ങിയതിന് ശേഷം കസിനെ ആദ്യം വിളിച്ചായിരുന്നോ? കസിനെ വിളിക്കണമെന്നുണ്ട്, വിളിച്ചിട്ട് ഓഫ് ആയിരുന്നു ഫോൺ, അതുകൊണ്ട് വിളിച്ചില്ല. ഇനി വിളിച്ചിട്ടോളാം, 2 പേരെ വിളിക്കാം ഉറപ്പായിട്ടും. എല്ലാരും ചോദിക്കുന്നുണ്ട് ഏതാ കസിൻ. ഞങ്ങൾ ആ കസിനോട് പറഞ്ഞ ഞങ്ങൾക്ക് കൂടെ ഒന്ന് ഓട്ടം അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. കാരണം എല്ലാം ഇതല്ലേ എടുത്ത് അതെന്റെ ഗെയിം അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. അങ്ങനെ സ്ട്രാറ്റജി, മലയാള തനിമയുള്ള സ്ട്രാറ്റജി. ഒരു വെറൈറ്റി വേണ്ട. ഞാനും എന്റെ പേരും ഫേമസ് ആയി ബിഗ് ബോസ് ഹൗസിലൂടെ. ശരിക്കും ബിഗ് ബോസിൽ പേനും കൊണ്ട് ഫേമസ് ആയി ഒരാളെ ഉള്ളത്. പേൻ 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 എന്റെ തലയിൽ മുഴുവൻ പേൻ, ഇത് ആരുടെ പേനാണ് ബിഗ് ബോസ്. അത് അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്നുള്ള വരവായോണ്ട് എനിക്കൊന്നും ഒരു ട്രീറ്റ്മെന്റ് ഒന്നും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ഹെയർ എനിക്ക് റൂമായിന്ന് നന്നായിട്ട് ചെയ്തു തന്ന ഹെയർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ജിസേലിനോട് പറയും, ജിസേൽ ദുബായിൽ ചെയ്തതാണ്, അവൾക്ക് എന്നിട്ട് ഇളകി പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജിസേലെ ദുബായിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞങ്ങളുടെ എറണാകുളത്ത് റൂമേൽ വന്ന് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ചീകാൻ പറ്റണില്ല. വലിയ കോമ്പുള്ള ചീപ്പാണെങ്കിൽ മാത്രമേ സൂക്ഷിച്ച് ചീകണോടാ, അല്ലെങ്കിൽ അപ്പം ഞാൻ ഇവിടെ കുഞ്ഞു ചീപ്പായിട്ട് ഇങ്ങാനും പോയാലോ എന്ന് ഓർത്ത് ഞാൻ ചീകുന്നില്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് അവിടെ ചെന്നപ്പം ഷാമ്പൂ ഇടാതെ താരനും ചെറിയ ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളും വന്നിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ നമ്മൾ നേരത്തെ തൊട്ട ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ മലയാളി വീട്ടമ്മയാണ്, മലയാളി സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ കണ്ണാടി കണ്ട ഞാൻ ഇങ്ങനെ കാണിക്കും നമ്മള്. അപ്പം ആ ഒരു ഇതിലാണ് ഞാനായിട്ട് നിന്നതാണ്. ഞാൻ മുഖംമൂടി ധരിച്ചില്ല, എനിക്ക് കുറേയായിട്ട് ധരിച്ചു. പക്ഷെ അതോടുകൂടി ആ പേനെന്ന് പറഞ്ഞ സാധനം വൈറലായതോടുകൂടി ഞാൻ പിന്നെ തുടങ്ങി. പിന്നല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് കാരണം ഞാനാണ് നമ്മളായിട്ട് നിൽക്കാല്ലേ ബിഗ് ബോസിൽ പോകുന്നത്. അത്രേ ഉള്ളൂ.
അപ്പൊ ചേച്ചി ഈ എക്സ്റ്റൻഷന്റെ കാര്യം എക്സ്റ്റൻഷൻ ചെറുതായിട്ട് ഇളകി വരുന്നുണ്ട് എന്ന് പറഞ്ഞതിലൂടെ പുറത്ത് ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് റൂമിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയ്യോ അവര് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അയ്യോ അങ്ങനെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എത്രയും മനോഹരമായിട്ടാണ് അവരെനിക്ക് ചെയ്തത്. ദുബായിൽ നിന്ന് വെച്ച ജിസേലിനോട് ഞാൻ പറഞ്ഞു, ജിസേലിന്റെ കുറെ ഇളകി പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ജിസാലെ നമുക്ക് റൂമിൽ നീ നാട്ടിൽ വരുമ്പോൾ ഡിസംബർ ആഫ്റ്റർ ബേബി റൂമിൽ വന്ന് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്തിട്ട് ഞാനും വരാം. അവർ നല്ല രീതിയിലാണ് എനിക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് വലിയ കോമ്പില്ലാത്തതുകൊണ്ട്, ജിസേലിന് അന്ന് കോമ്പുണ്ട് കാരണം അവർക്ക് ആ മറ്റേ ബാൻഡ് ഉള്ളതുകൊണ്ട്, എനിക്ക് കോമ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ മുറുക്ക ചീകാൻ പറ്റിയില്ല. അതാണ് എനിക്കൊന്ന് ഹെയർ സൂക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ. ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹെയർ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ അത് വന്നപ്പോൾ പുറത്തുനിന്നുള്ള ഇങ്ങനെ ആയിപ്പോയതാണ്. റൂമ മാം നന്നായിട്ടാണ് അവർ ചെയ്തു തന്നെ. ഞാനത് എവിടെയും പറയും, എനിക്ക് ഭംഗിയുള്ള ഒരു ഇതായിട്ടാണ് ചെയ്തത്. റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും ഇത്രയാക്കി. പക്ഷെ അവര് സംസാരിച്ചപ്പോ പോലും അവര് രേണു ചേച്ചി നെഗറ്റീവ് ഒരു കാര്യം ഞാൻ അങ്ങനെ ഒരിക്കലും അവരോട് അത് പറയൂല. കാരണം എനിക്ക് അത്രയും നല്ല ഭംഗിയായിട്ടാണ് എന്റെ പിരികമാകട്ടെ, പിരികം നല്ല രീതി മൈക്രോബ്ലേഡ് ചെയ്തു തന്ന പിരികമാണ്. അനുമോള് പിരികം എടുത്തു തന്നാണ്. മറ്റേ ഇവിടുന്ന് പിരികം മുഴുവൻ കളഞ്ഞു. ആ മൈക്രോബ്ലേഡ് റൂമായിന്ന് ചെയ്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പിരികം ഒന്നും കാണത്തില്ലായിരുന്നു. അനുമോളുടെ കുറ്റമല്ല, പുള്ളിക്കാരി എടുത്തപ്പം കേറിപ്പോയതാണ്. അപ്പൊ ശരിക്കും ചോദിച്ചാൽ അപ്പൊ വീട്ടില് ആ ഒരു ഏടിന്റെ പണി കിട്ടിയ ആ ടൈമിൽ കുളിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? രാവിലെ എനിക്ക് കുളിയുടെ കാര്യം തല 1 വീക്കില് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാൻ പാടുള്ളൂ. കാരണം ചെയ്തതേ ഉള്ളായിരുന്നു. ഇളകി എങ്ങാനും പോയ എന്നെ എടുക്കുക, അത് കെയർ ചെയ്യണമല്ലോ. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ അവിടെ ഉള്ളവർ മിക്കവരും ആഴ്ചയിൽ ഒരിക്കലും 2 ദിവസമൊക്കെയാണ് ഷാമ്പൂ ഇട്ട് കുളിക്കുന്നത്. ഈ ഒരൊറ്റ ഈ യൂണിഫോമേ ഉള്ളൂ, മാറി മാറി. അതാണ് എല്ലാവർക്കും തോന്നുന്നത് കുളിക്കാൻ നനയ്ക്കാതെ. രാവിലെ എന്നിട്ട് ദേഹം കഴുകി അത് തന്നെ ഇടും. പിന്നെ മറ്റേത് ഉണങ്ങി കാണത്തില്ല, അത് തന്നെ പിന്നെ എടുത്തിടും. ഇതൊക്കെ കൊണ്ട് ഒരു 21 ദിവസം അതാണ് നോക്കുമ്പോൾ അത് തന്നെ ആറ്റിറ്റ്യൂഡ്. പിന്നെ നമുക്ക് ഇതല്ലേ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ കിടന്ന് ഈ കാണിച്ചതും ഈ ഹൈജീൻ്റെ കാര്യവും അല്ലാതെ ഞാൻ മിങ്കിൾ ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചവരെങ്കിലും ഞാൻ പുറമേ നിന്ന് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് എൻ്റെതായിട്ടുള്ള ഹൈജീൻ ഉണ്ടെന്ന് പറയാം, എല്ലാം അറിയാം. സോ അപ്പം ആ ഒരു ഇതിൽ ചെന്നപ്പോൾ ഞാൻ വേറൊരു ഇതായിപ്പോയി എന്നുള്ള സത്യം. ഞാൻ ഇന്ന് ഇറങ്ങി വന്നപ്പോൾ കുറച്ച് മീഡിയാസ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, രേണുസുതി 35 ദിവസം നിന്നിട്ട് കുറച്ച് പേരുടെ ഇത് അവസരമല്ലേ കളഞ്ഞു? എങ്ങനെ അവസരം കളയും? ഞാനായിട്ട് 35 ദിവസം നിന്നു. പല സീസണിൽ പല കണ്ടസ്റ്റൻസും 2 ആഴ്ചയും ഒരാഴ്ചയൊക്കെ ആയിട്ട് അവർക്ക് വയ്യാണ്ടും ഒക്കെ പോയല്ലോ. അപ്പോൾ അവരവസരം കളഞ്ഞാണ്? അല്ല, നമുക്ക് കിട്ടേണ്ട അവസരം നമ്മളെ തേടി വരും. അത് എത്ര ദിവസമാണോ എന്താണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ചില ആളുകൾ മുന്നോട്ട് പോകും, 100 ദിവസം കപ്പടിക്കും. ചില ആളുകൾ പകുതിക്ക് വെച്ച് കൊഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. 20 പേർക്കും അല്ല കപ്പ്, ഒരാൾക്കാണ് കപ്പ്. മൈൻഡ് ഗെയിമാണ്. അതനുസരിച്ച് എന്തായാലും എന്നെ സംബന്ധിച്ചു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ കയറാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം. അത് ഒരാളുടെ അവസരം കളഞ്ഞിട്ടല്ല. എന്നെ വിളിച്ചു, ഞാൻ രേണു എന്ന കണ്ടസ്റ്റന്റ് അതിനകത്ത് കയറിയെങ്കിൽ രേണുവിനൊരു കാൽപാദം വെച്ചിട്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഒരു പ്രേക്ഷകരെങ്കിലും ഒരു വീഡിയോ എങ്കിലും രേണു സുധീനെ ഓർക്കുമെന്നത് എനിക്കത് തികച്ചും സന്തോഷകരമാണ്. ചേച്ചി ശരിക്കും 100 ദിവസം നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു കയറിയത്? എനിക്ക് 100 ദിവസമോ കപ്പോ അല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്. സത്യം, എനിക്ക് നെഗറ്റീവ് പറയുന്നവരുടെ ഒരു ദിവസം അതിനകത്ത് ലാലേട്ടൻ കൈ പിടിച്ച് കയറ്റുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനിയും പറയാണ്, ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ പറയാണ്, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ 35 ദിവസം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു മഹിമയാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചു നീ എന്നാ ഗെയിം കളിച്ചിട്ട് ഞാനായിട്ട് നിന്നു. അതാണ് എൻ്റെ ഗെയിം. പറയുന്നവർ പറയട്ടെ.